ഹായ്, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്നാ പഴമക്കാർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. മാമ്പൂ കണ്ടും കൊതിക്കാം, അത് മാങ്ങയാക്കാം. അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ധാരാളമായിട്ട് ഇപ്പോൾ പലതരത്തിലുള്ള മാവുകളൊക്കെ നമ്മുടെ കേരളത്തിൽ എല്ലാ വീട്ടുപറമ്പിലും സ്ഥലമില്ലാത്തൊരു ടെറസിൽ പോലും പിന്നെ ബാരലിൽ പോലും ഒക്കെ കൃഷി ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ശരിയായിട്ട് മാവിനെ കായ്പിച്ചെടുക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പലതരത്തിലുള്ള മാവുകൾ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് ആയിരക്കണക്കിന് ഇനങ്ങൾ നമുക്കിപ്പോൾ മാവുകളിലുണ്ട്. ഈ നമ്മുടെ നാടിന് പറ്റിയതും പറ്റാത്തതുമായിട്ടുള്ള എല്ലാം കൊണ്ട് നടുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാവിൻ്റെ തൈ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാടിന് പറ്റുന്ന മാവുകളായിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഇപ്പം നമ്മുടെ നാട്ടിൽ പറ്റുന്ന മാവ് എന്ന് പറഞ്ഞാൽ മൂവാണ്ടൻ മാവ് നമ്മുടെ നാടൻ മാവാണ്. അതേപോലെ തന്നെ കോട്ടൂർ കോണം എന്ന് പറയുന്ന സാധനമുണ്ട്. കോട്ടൂർ കോണം മാവ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ കോണത്തുള്ളതാണ്. പിന്നെ നമ്മുടെ നീലം മാവ്, അൽഫോൺസ്, പ്രിയോറ്, അങ്ങനെ മാവുകളുടെ നിര നീളുകയാണ്. പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൻ്റെ പേരിലല്ല പ്രസക്തി, അതിനെ പരിചരിക്കുന്നതിലാണ്. ഇതിപ്പോൾ മാവില് നമ്മൾ നട്ട് വളർത്തിയാൽ ഇതേപോലെ വളർന്നു വരുന്ന സമയത്ത് പലതരത്തിലുള്ള ഇതായി കണ്ടില്ലേ, ഇതേപോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, ഇല തിന്നുന്ന പ്രാണികൾ, കൊമ്പുണക്കുന്ന രോഗം, അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ സമയങ്ങളിലൊക്കെ അത് കൃത്യമായിട്ടുള്ള പരിപാലനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. വെച്ചാൽ ഈ പറയുന്ന ഈ ഇലകൾ തിന്നുന്നതും ഇലകളെ പിന്നെ നശിപ്പിക്കുന്നതായിട്ടുള്ള പ്രാണികളെ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ വേണ രാസകീടനാശിനികളൊക്കെ ഉപയോഗിക്കാം. പലതരം രാസകീടനാശിനികളുണ്ട്. രാസകീടനാശിനികൾ ഉപയോഗിക്കാൻ വയ്യാത്തവർക്ക് ബിവേറിയ ഫാസിയാന എന്ന് പറയുന്ന ജൈവ കുമിൾനാശിനിയുണ്ട്. ഒരു ജീവിയാണത്, ബിവേറിയ എന്ന് പറഞ്ഞാൽ. ഈ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുത്താൽ മാവിൻ്റെ ഈ പിന്നെ ഇലകരിച്ചിൽ, ഇലയിൽ തിന്നുന്ന ഇത്, അതുപോലെ പൂവ് തിന്നുന്ന പ്രാണികളെ ഒക്കെ നമുക്ക് നന്നായിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഉള്ള ഒരു കൊമ്പുണക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് കൊമ്പ് ഇങ്ങനെ ഉണങ്ങി വരിക. ഏതെങ്കിലും കുമിൾനാശിനി അതിൽ ഏറ്റവും നല്ല ബോർഡോ മിശ്രിതമാണ്. ബോർഡോ മിശ്രിതം തളിച്ചു കൊടുത്താൽ കൊമ്പുണക്കം നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാം. അതോടൊപ്പം തന്നെ ശരിയായിട്ടുള്ള വളപ്രയോഗം നടത്തണം. വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എല്ലാ വർഷവും ആദ്യം ചെയ്യേണ്ടത് മഴക്കാല ആരംഭത്തിൽ മണ്ണിൻ്റെ പുളി കുറയ്ക്കാൻ വേണ്ടി കുമ്മായ വസ്തുക്കൾ ചേർക്കുക എന്നുള്ളതാണ്. ഡോളോമേറ്റോ അല്ലെങ്കിൽ കുമ്മായ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നീറ്റുകക്കായും കുമ്മായും ഒക്കെയാണ് പിന്നെ ചേർക്കാവുന്നത്. അതിൻ്റെ മാവിൻ്റെ വലിപ്പം അനുസരിച്ച് 1/2 കിലോ മുതൽ 1 കിലോ, 1.5 കിലോ, 2 കിലോ, വലിയ മാവാണെങ്കിൽ 2 കിലോ ഒക്കെ കൊടുക്കേണ്ടി വരും. അതിൻ്റെ ചുവട്ടിലിടുക എന്നുള്ളതാണ് മഴക്കാല ആരംഭത്തിൽ ആദ്യം ചെയ്യേണ്ടത്. പിന്നീട് നമുക്ക് ജൈവവളം ധാരാളമായിട്ട് കൊടുക്കണം. ജൈവവളം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ജൈവവളം ട്രൈക്കോഡർമ കമ്പോസ്റ്റാണ്. ട്രൈക്കോഡർമയും പിന്നെ നമ്മുടെ ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ കൂട്ടിക്കലർത്തി ട്രീറ്റ് ചെയ്ത് 1 മാസം കൊണ്ട് ജീർണിപ്പിച്ചെടുക്കുന്ന സാധനമാണ് ട്രൈക്കോഡർമ കമ്പോസ്റ്റ്. ഏറ്റവും നല്ല കമ്പോസ്റ്റ് മാവിനെ സംബന്ധിച്ച് അതാണ്. പലതരത്തിലുള്ള രോഗങ്ങളെ തടയാൻ പറ്റും. അതോടൊപ്പം തന്നെ പിന്നെ ഈ ട്രൈക്കോഡർമ കമ്പോസ്റ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ രാജ്ഫോസ് എന്ന് പറയുന്ന വളം കൊടുക്കാം. രാജ്ഫോസ് എന്ന് പറഞ്ഞ് വേര് വളരാൻ വേണ്ടുന്ന വളമാണ്. അതും മരത്തിൻ്റെ വലിപ്പം അനുസരിച്ച് 1/2 കിലോ, 1 കിലോ, 1.5 കിലോ, 2 കിലോ, വലിയ മരത്തിന് 2 കിലോ വരെ ആണ്ടിൽ കൊടുക്കാം. പലതവണയായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ജൈവവളം ആദ്യ മഴക്കാലത്തും 2ാം മഴക്കാലത്തുമാണ് ജൈവവളം കൊടുക്കേണ്ടത്. ആ ജൈവവളം കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ രാജ്ഫോസ് കൊടുക്കണം. കൂടാതെ മാവ് നന്നായിട്ട് കായ്ക്കാൻ പൊട്ടാഷ് വേണം. പൊട്ടാഷ്യം ഏകദേശം ഒരു 2 കിലോ ഒക്കെ വലിയ മാവിന് കൊടുക്കാം. 1/2 കിലോ, 1 കിലോ, 1.5 കിലോ എന്ന തോതിൽ ക്രമമായി കൊടുക്കാം. പക്ഷേ ഈ ജൈവവളത്തിൻ്റെ കൂടെ കൊടുക്കണ്ട. അല്ലാതെ നമുക്ക് മാസം തോറും ഇത്തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമാണ്. അതോട് കൂടാതെ മാവിൽ കൂടുതൽ പൂവും കായും ഉണ്ടാവാൻ ബോറാക്സ് എന്ന് പറയുന്ന ഒരു വളം കൊടുക്കാം. ബോറാക്സ് എന്ന് പറയുന്നത് 100 ഗ്രാം വരെ വലിയ മരത്തിന് കൊടുക്കാം. 100-ൽ താഴെ 80, 70, 50, 40 എന്നുള്ള രീതിയിൽ വലിപ്പം അനുസരിച്ച് ബോറോൺ എന്ന് പറയുന്ന മൂലകം കിട്ടാനാണ് ബോറാക്സ്. അപ്പോൾ സൂക്ഷ്മ മൂലകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, മാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്ന ഒരു വളമാണ് ബോറോൺ അടങ്ങിയ വളം. ആ ബോറാക്സ് കൊടുക്കണം. അപ്പം മറ്റ് ജൈവവളങ്ങൾ കൊടുക്കുന്നത് കൂടാതെ നമുക്ക് ഇതിന് വരുന്ന ഏറ്റവും നല്ലത് പൂത്ത് നിൽക്കുകയാണ്, പൂ കരിഞ്ഞ് നിൽക്കുന്ന കണ്ടില്ല. ഇത് 2 തരത്തിൽ പൂ കരിച്ചിൽ വരാം. ഒന്ന്, നമ്മുടെ ഈ ഒരു തരം ചാഴിയുണ്ട്. ചാഴി കുത്തിയിട്ട് ഇങ്ങനെ ഉണങ്ങിപ്പോവും.
അതുകൂടാതെ തന്നെ രോഗം വരും. അപ്പോൾ ഈ ചാഴിയാണോ രോഗമാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട്, ചാഴിയാണെങ്കിൽ ബിവേറിയ ഉപയോഗിച്ചാൽ മതി. ബിവേറിയ ഫാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു 10-20 ദിവസം കൂടുമ്പോൾ തളിച്ചു കൊടുത്താൽ ഇങ്ങനെ ഈ പൂ കരിച്ചിൽ ഒഴിവാക്കാൻ പറ്റും. പിന്നെ മാവിന് പ്രധാനമായിട്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായൊക്കെ ഉണ്ടായി മാങ്ങ ഉണ്ടാകുന്ന കായീച്ചയാണ്. കായീച്ച ഫലപ്രദമായിട്ട് തടയാൻ ഇതേപോലെ ഫിറമോൺ കണിയാണ് ഈ കാണുന്നത്. ഫിറമോൺ കണി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ കായീച്ച തടയാം. ഇതേപോലെ തന്നെ ഇതിനകത്തിൽ ഈ ഫിറമോൺ കണിയിൽ ആണുങ്ങളായിട്ടുള്ള കായീച്ചകളാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. പെൺ കായീച്ചകളെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിരട്ടക്കണി ഉപയോഗിക്കാം. ചിരട്ടക്കണി എന്ന് പറഞ്ഞാൽ ചിരട്ടയിൽ ഉറി പോലെ കെട്ടി തൂക്കി ഇതിൻ്റെ കൊമ്പിൽ ഇതേപോലെ കെട്ടി തൂക്കി ഇടുക. ഈ ചിരട്ടയ്ക്കുള്ളിൽ നമ്മൾ ഈ കൃഷ്ണതുളസി ഞെവിടിയിടാം, വല്ലാണ്ട് പഴുത്ത പാളയംകോടൻ പഴം ഞെവിടിയിടാം, അതേപോലുള്ള ശർക്കര വേണമെങ്കിൽ ശർക്കര കലക്കിയിട്ട് പാനിയാക്കി ഇടാം. പക്ഷേ ഇത് ഏത് ഇട്ടാലും അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു വിഷവും കൂടി ഈ ചിരട്ടയ്ക്കകത്ത് വെക്കണം. അപ്പം അങ്ങനെ കെട്ടി തൂക്കി ഇടുകയാണ് കായ്ച്ച് നമുക്ക് കാരണം മാങ്ങയൊക്കെ പഴുത്ത് കഴിയുമ്പോൾ അതിനകത്ത് പുഴു ഉണ്ടാവാതിരിക്കാനാണ്. ആ പുഴുവിൻ്റെ പ്രാണിയാണ് ഈ കായ്ച്ച എന്ന് പറഞ്ഞത്. അതിന് കൊടുക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. പിന്നെ എന്തൊക്കെ ചെയ്താലും ശരി, മാങ്ങയിൽ പുഴുവുണ്ടെങ്കിൽ നമുക്ക് ആ മാങ്ങയും നമുക്ക് ഫലപ്രദമായിട്ട് എടുക്കാൻ പറ്റും. നല്ല വിളഞ്ഞ മൂത്ത മാങ്ങകൾ മാവിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്തെടുക്കുക. ഹാർവെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 50 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് മുക്കി വെച്ചിട്ട് തുടച്ച് നമുക്ക് പഴുപ്പിക്കാൻ വെച്ചാൽ, തുടച്ച് അതിൻ്റെ ഈർപ്പം മാറ്റി പഴുപ്പിക്കാൻ വെച്ചാൽ അതിനകത്ത് ഈ ഏത് മാവിൽ പുഴുവുള്ള മാവിൽ മാങ്ങ നമുക്ക് പുഴു ഇല്ലാതെ തന്നെ പഴുപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് 50 സെൻറ്റിഗ്രേഡ് ആക്കാൻ വേണ്ടി, താപനില 50 സെൻറ്റിഗ്രേഡ് ആക്കാൻ വേണ്ടി വെള്ളം നന്നായിട്ട് 1 ലിറ്റർ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. ആ 1 ലിറ്റർ തിളച്ച വെള്ളത്തിലേക്ക് 1 ലിറ്റർ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ 50 ഡിഗ്രി സെൽഷ്യസ് ആവും. അത്രയും താപനിലയുള്ള വെള്ളത്തിലായിരിക്കണം മാങ്ങ നമുക്ക് മുക്കി വെക്കേണ്ടത്. പിന്നെ കായ്ക്കാത്ത മാവുകൾ കായ്ക്കുക എന്നുള്ളത്, ഇപ്പോൾ പല ആൾക്കാരും കൃഷിക്കാരൊക്കെ വന്നിട്ട് നമ്മളോടൊക്കെ പറയാറുണ്ട്, സാറേ ഇത് മാവിൽ കായ് ഉണ്ടാവുന്നില്ല എന്നുള്ളത്. നമുക്കത് കായ്പ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ സമീകൃതമായ വളപ്രയോഗം കൂടാതെ വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്താൽ നമുക്ക് മാവിനെ കായ്പ്പിക്കാം. മാവിനെ കായ്പ്പിക്കുക എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ഈ കൊമ്പുകൾ പ്രൂൺ ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഈ പ്രൂണിങ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൂൺ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കളയുക. ആവശ്യമില്ലാത്ത ഈ ശിഖരങ്ങൾ നമുക്ക് ഒരു സിസർ വെച്ചിട്ട് ചെറിയ മാവൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് കളയുമ്പോൾ പുതിയ ശിഖരങ്ങൾ ഉണ്ടാവും. ആ പുതിയ ശിഖരങ്ങളിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ കൾട്ടാർ എന്ന് പറയുന്ന ഒരു കുമിൾനാശിനി കിട്ടും. കൾട്ടാർ വിപണിയിൽ കിട്ടുന്ന പേരാണ് കൾട്ടാർ എന്നുള്ളത്. കൾട്ടാർ 1 ലിറ്റർ വെള്ളത്തിന് 2 മില്ലി എന്ന തോതിൽ മാവിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ചുവട്ടിലെന്ന് പറയുമ്പോൾ ചുറ്റും 1 മീറ്റർ, ചെറിയ മാവാണെങ്കിൽ 1 മീറ്റർ അകലത്തിൽ വട്ടത്തിൽ ഒരു ചെറിയ ട്രഞ്ച് പോലെ ചെറിയ ഒരു വെള്ളം, അതായത് ഈ മരുന്ന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് വട്ടത്തിലെടുക്കുക. അതിലേക്ക് ഈ മരുന്ന് വെള്ളം 1 ലിറ്റർ വെള്ളത്തിന് 2 മില്ലി കൾട്ടാർ. അപ്പം വലിയൊരു മരത്തിന് ഏകദേശം 10 മില്ലി എന്ന് പറയുമ്പോൾ 20 ലിറ്റർ വെള്ളം. 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി, അങ്ങനെ 20 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഈ ഇതിന് കൾട്ടാർ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഏത് പൂക്കാത്ത മാവും പൂക്കും. പിന്നെ കൂടാതെ തന്നെ മോതിരവളം എടുക്കുക എന്ന് പറയും. മോതിരവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാവിൻ്റെയൊക്കെ ഏകദേശം ഒരു 5 അടി ഉയരത്തിൽ എത്തുമ്പോൾ അതിൻ്റെ ചുറ്റും 1 ഇഞ്ച് കനത്തിൽ ചുറ്റും തൊലി മാത്രം വേർപെടുത്തി കളയുക. അത് ചെയ്യേണ്ടത് നമുക്ക് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസം, മഴക്കാലം കഴിയുമ്പോൾ. ഒക്ടോബർ നവംബറിലാണ് മാവ് പൂക്കുന്നത്. മാവ് പൂക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം കൾട്ടാറിൻ്റെ പ്രയോഗവും മോതിരവള പ്രയോഗവും നടത്തേണ്ടത്. മോതിരവളയും എടുക്കലും ഈ സമയത്താണ് നടത്തേണ്ടത്. അപ്പം മഴക്കാലത്ത് യാതൊരു കാരണവശാലും മോതിരവളം എടുക്കരുത്. അതിൽ വെള്ളം ഇറങ്ങിയിട്ട് ആ ഭാഗത്ത് ചീയലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു കാരണവശാലും മഴക്കാലത്ത് നമ്മൾ ചെയ്യരുത്. ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ്, നവംബറിലൊക്കെയാണ് മാവ് പൂത്ത് തുടങ്ങുന്നത്, അതിന് മുമ്പായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാവിന് അധികം വെള്ളം പാടില്ല. വലിയ വെള്ളം ഉണ്ടെങ്കിൽ മാവിൽ കായ്ഫലം കുറയും. അപ്പോൾ ഇത് ഈ വരൾച്ച ഉള്ള സ്ഥലത്താണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാവ് കൃഷിയുള്ളത് മുതലമടയാണ്. മുതലമട എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കുറവുള്ള സ്ഥലം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് വല്ലാണ്ട് വെള്ളം ഒഴിക്കരുത്. ഒന്ന് കാഞ്ഞു വളരണം എന്നാണ് പഴമക്കാർ പറയുക. അപ്പോൾ കാഞ്ഞു വളരാൻ വേണ്ടി 2, 3, 4 ദിവസം കൂടുമ്പോഴേ വെള്ളം ഒഴിക്കാവൂ. അതുപോലെ തന്നെ പൂക്കുന്നതിന് തൊട്ട് മുമ്പ് ചെറിയ തോതിൽ ഇറിഗേഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും.
പൂത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇറിഗേഷൻ കൊടുക്കരുത്. വല്ലാണ്ട് വേനലാണെങ്കിൽ ചെറിയ രീതിയിൽ ഒരു 4-5 ദിവസം കൂടുമ്പോൾ ചെറിയ തോതിൽ ഒരു മണ്ണ് നനയത്തക്ക രീതിയിൽ നനച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കുക തന്നെ ചെയ്യുക. നന്നായി വളർത്തിയ മക്കളും നന്നാവും, നന്നായി വളർത്തിയ മാവും നന്നാവും. പ്രമുഖ കാർഷിക വിദഗ്ധർ ശാസ്ത്രീയ അറിവുകൾ പങ്കുവയ്ക്കുന്ന ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾക്കായി മീറ്റ് ദ ലെൻസ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.